Good evening, students. Welcome back to Nibra Secondary School online YouTube class. The previous class we discussed about our third chapter in social science, In Search of Earth Secret. Okay, നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം ദ എർത്ത് വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ദ ലെയേഴ്സ് ഓഫ് ദി എർത്ത് എന്നൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയറുകൾ, എർത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് അല്ലെങ്കിൽ എർത്തിൻ്റെ പാർട്ടുകൾ ഒക്കെ ചോദിക്കും. അതിനൊക്കെ ഒരു ആൻസറാണ് എന്ത്? ദ ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. നമുക്കറിയാം ഭൂമിയെ വിവിധ ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ ഏറ്റവും മുകളിലായിട്ട് ദ അപ്പർ പാർട്ട് ഓഫ് ദി എർത്ത് ഇറ്റ് വാസ് ദി ക്രസ്റ്റ്. ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് എന്താണ്? ക്രസ്റ്റ് ആണ്. അതിന് താഴെയായിട്ട് മാൻഡിൽ, അതിന് താഴെയായിട്ട് ഔട്ടർ കോർ, അതിന് ഏറ്റവും സെൻട്രൽ ഭാഗത്ത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത് ഇന്നർ കോർ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ദ ലെയേഴ്സ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ വിവിധ പാളികളാണ്. എന്നതിനൊക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു ടാബിളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കി. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഔട്ടർ ഷെൽ ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഏറ്റവും പുറംഭാഗത്തുള്ള ഷെല്ലാണ്, ഒരു പാളിയാണ്, ഒരു പുറന്തോടാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കും ഈ പുറന്തോടാണ്, ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ക്രസ്റ്റിന് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കരഭാഗങ്ങളൊക്കെ വരുന്നത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും, അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സമുദ്രഭാഗങ്ങളൊക്കെ വരുന്നത് ഓഷ്യാനിക് ക്രസ്റ്റുമാണ്. ഏറ്റവും മുകളിൽ കാണുന്നതല്ലേ, ഈ മുകളിലല്ലേ സമുദ്രവും ലാൻഡും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അതുപോലെ അതിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മാൻഡിൽ. മാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിന് തൊട്ടു താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. 2 പാർട്സ് ആണ്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. മാൻഡിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. അതുപോലെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നതാണ് കോറ്. കോറിനും 2 പാർട്ടുകളുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ട്. ഏറ്റവും സെൻട്രൽ പാർട്ട് ഓഫ് ദി എർത്താണ് എന്ത്? കോറ്. നമുക്കറിയാം ഈ കോറിൻ്റെ ഏകദേശം 5000 സെൽഷ്യസ് ഡിഗ്രി എന്തുണ്ട്? ചൂടൊക്കെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ കറക്റ്റ് നോക്കണം. ഈ സിയാലൊക്കെ കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തിലോട്ട് പോവുകയാണ്. അടുത്ത ഭാഗമാണ് ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ലിത്തോസ്ഫിയർ എന്താ നോക്കാം. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലം. അതാണ് ലിത്തോസ്ഫിയറിൻ്റെ ആ വാക്കിന് അർത്ഥം. എന്താണ്? ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? അതിൽ നിന്ന് തന്നെയുണ്ട് ശിലകളാണ് എന്ത്? ശിലാമണ്ഡലം. അപ്പോൾ നോക്കാം, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏത് ഭാഗമാണ്? ലിത്തോസ്ഫിയർ ദ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ടുഗദർ ആർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയർ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ലിത്തോസ്ഫിയർ ഈസ് ഈക്വൽ ടു ദ ക്രസ്റ്റ് പ്ലസ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ. ഈസി ആയിട്ട് പറയാം എന്ത്? ലിത്തോസ്ഫിയർ ഈസ് ഈക്വൽ ടു ക്രസ്റ്റ് പ്ലസ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ഈസ് നോൺ ആസ് ലിത്തോസ്ഫിയർ. അപ്പം ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റും മാൻഡിലിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗവും ചേർന്നതാണ് എന്ത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയർ ഇനി മറക്കൂലല്ലോ. ഇനി എന്താണ് അസ്തനോസ്ഫിയർ? അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ടു താഴെയായിട്ട് കാണുന്ന ഭാഗമാണ് ഏത്? അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെ താഴെ, ദ പാർട്ട് ബിനീത്ത് ദി ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെ തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം. വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. ഇവിടെ ഈ അസ്തനോസ്ഫിയറിലെ പദാർത്ഥങ്ങളൊക്കെ, വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കാണപ്പെടുന്നത്?
ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? ഒരു അർദ്ധദ്രാവകാവസ്ഥയിലാണ് ഈ അസ്തനോസ്ഫിയറിലുള്ളൊക്കെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ദി മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ദാറ്റ് ഈസ് ലാവ ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് എറപ്ഷൻ. അപ്പോൾ നമുക്കറിയാം അസ്തനോസ്ഫിയറിൽ പദാർത്ഥങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ആണ് കാണപ്പെടുന്നത്, അതായത് ലാവ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലാവ അല്ലേ? ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ലാവ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്തോട്ട് വരുന്ന ആ ഒരു തീ ഉരുകി ഒക്കെ വരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ തീ ഉരുകിയൊക്കെ വരുന്ന ആ ഒരു ഒന്നാണ് ലാവ എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥമാണ് ലാവ. ഓക്കെ, ആ ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥമാണ്. അതെന്താണ്? എന്ത് ദ്രാവകാവസ്ഥയാണ്? മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസിൻ്റെ ദ്രാവകാവസ്ഥയാണ്. അത് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കല്ല് ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു അവസ്ഥയാണ് ലാവ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ ഫുൾ ഓഫ് ലാവ. ഓക്കെ, അസ്തനോസ്ഫിയറിൽ മുഴുവനായിട്ടും എന്താണ് കാണപ്പെടുന്നത്? ലാവയാണ് കാണപ്പെടുന്നത്. എല്ലാ ഇതും പാറകൾ ഉരുകി കെടുക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ, വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ അസ്തനോസ്ഫിയറിലുള്ള ദ്രാവയാണ് എങ്ങോട്ട് വരുന്നത്? ഭൂമിയുടെ പുറത്തോട്ട്, അതായത് ക്രസ്റ്റിലോട്ട് വരുന്നത്, ക്രസ്റ്റിൻ്റെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് വിള്ളലുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ലാവ. ഈ ലാവ എവിടെയാണ് കാണപ്പെടുന്നത്? ലാവ എന്ന് പറഞ്ഞാൽ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ഏത് ലെയറിലാണ് കാണപ്പെടുന്നത്? അസ്തനോസ്ഫിയറിലാണ്. ലിതോസ്ഫിയർ എന്ന് ഒരിക്കലും എഴുതരുത് കേട്ടോ. ലിതോസ്ഫിയറിലല്ല കാണപ്പെടുന്നത്. ലിതോസ്ഫിയറിൽ മുഴുവൻ എന്താണ്? റോക്കാണ്, കല്ലുകളാണ്. ആ കല്ലുകളുടെ താഴെയാണ് കല്ല് ഉരുകിയ അവസ്ഥയിലുള്ളത്. ഓക്കെ, അപ്പം അതാണ് ലിതോസ്ഫിയറും അസ്തനോസ്ഫിയറും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? റോക്സിനെ കുറിച്ചാണ്, ശിലകളെ കുറിച്ചാണ്, കല്ലുകളെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ദ റോക്സ്, ശിലകൾ എന്ന് പറഞ്ഞാൽ കല്ലുകൾ. ദ ലിതോസ്ഫിയർ അക്യൂസ് ഇറ്റ്സ് നെയിം ഫ്രം ദ മെറ്റീരിയൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് മെയ്ഡ്. ലിത്തോസ് മീൻസ് റോക്ക്. അതായത് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ആ പേര് കിട്ടിയത് എന്തിൽ നിന്നാണ്? ലിത്തോസ് എന്ന് പറഞ്ഞാൽ തന്നെ റോക്കാണ്. അപ്പം ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലം. ലിത്തോസ്ഫിയറിൻ്റെ മലയാളം വേറെ എന്താ? ശിലാമണ്ഡലം. അപ്പം ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താ? ശിലകൾ അല്ലെങ്കിൽ റോക്കുകൾ. ഓക്കെ, അപ്പോൾ ഈ ലിത്തോസ്ഫിയറിന് പേര് കിട്ടാൻ കാരണം ആ ലിത്തോസ്ഫിയറിൽ മുഴുവനായിട്ടും എന്താണുള്ളത്? റോക്കുകളാണുള്ളത്. വലിയ റോക്കുകളാണ് ഈ ലിത്തോസ്ഫിയറിൽ ഉള്ളത്. ഓക്കെ, ദ ലിത്തോസ്ഫിയർ അക്യൂസ് its name from the material with which it is made. Lithos means rock. Okay, if you look around you can see rocks of different colors and hardness. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത കളറുകളിലുള്ള പല റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്കുകളുണ്ട്, വളരെ ഹാർഡ് ആയിട്ടുള്ള റോക്കുകളുണ്ട് അല്ലേ? ഇങ്ങനെ വളരെ വ്യത്യസ്ത രീതിയിലുള്ള റോക്കുകളൊക്കെ കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പല കളറിലും പല രീതിയിലും റോക്കുകൾ വരാൻ കാരണം? പല കളറിലുണ്ട് അല്ലേ? ഇപ്പോൾ കരിങ്കല്ല്, ചെങ്കല്ല്, അങ്ങനത്തെ ഒരുപാട് കല്ലുകളുണ്ട്. ഈ കല്ലുകളൊക്കെ മാർബിൾ കല്ല്, ലാറ്ററൈറ്റ് കല്ലുകളുണ്ട്, അതുപോലെ സ്ലേറ്റുകളുണ്ട്. ഇങ്ങനത്തെ കല്ലുകളൊക്കെ വ്യത്യസ്ത കളറുകളാണ്, വ്യത്യസ്ത രീതികളാണ്, വ്യത്യസ്ത ഹാർഡ്നെസ് ആണ്. ഇതിന് ഒരേ ഹാർഡ്നെസ് ആണോ? അല്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഈ ഡൈവേഴ്സിറ്റി, ഈ വൈവിധ്യത്തിന് കാരണം എന്താ? അവയിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെ ഭാഗമായിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് റോക്സ് ആർ കോൾഡ് മിനറൽസ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെ ശിലകളിലെ കോൺസ്റ്റിറ്റ്യൂവൻസിനെ പറയുന്ന പേരാണ് എന്ത്? മിനറൽസ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഈ ഡൈവേഴ്സിറ്റി വന്നത്, ഈ വൈവിധ്യം വന്നത്. കല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ഈ മിനറൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഇതിന് ഈ കല്ലുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള കളറുകൾ വന്നിരിക്കുന്നത്, വ്യത്യസ്ത രീതിയിലുള്ള ഷേപ്പുകൾ വന്നിരിക്കുന്നത്, വ്യത്യസ്ത രീതിയിലുള്ള ഹാർഡ്നെസ്, അതിൻ്റെ സോഫ്റ്റ് ആണോ ഹാർഡാണോ ഒരു മീഡിയം ആണോ എന്നൊക്കെ ഉള്ളത് വന്നിരിക്കുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിലെ മിനറൽസിൻ്റെ ധാതുക്കളുടെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on Earth. അപ്പം നമ്മുടെ ഭൂമിയിൽ ഏകദേശം 2000-ലധികം മിനറൽസ് ഭൂമിയിലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ 2000-ലധികം മിനറൽസ് നമ്മുടെ ഭൂമിയിലുണ്ട്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഫോർമേഷൻ റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. അതായത് ഈ കല്ലുകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഫോർമേഷൻ കല്ലുകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കല്ലുകളെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റോക്സിനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇഗ്നിയസ് റോക്സ് ആൻഡ് സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ. ഇഗ്നിയസ് റോക്സ് ആൻഡ് സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ. ഇതാണ് 3 ഡിവൈഡ് ചെയ്യുന്നത്. റോക്സിനെ വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ ഫോർമേഷനിൽ മോഡ് ഓഫ് ഫോർമേഷനിൽ റോക്കുകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോക്കുകളെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശിലകൾ, അതാണ് ഇഗ്നിയസ് റോക്സ്, ആഗ്നേയ ശിലകൾ. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ അവസാദ ശിലകൾ. അതുപോലെ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ കായാന്തരിക ശിലകൾ. എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇഗ്നിയസ് റോക്സ്? ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ the igneous rocks are formed by the molten rock materials rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. ഓക്കെ. ഇത് പറയുന്നത് ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസ്തനോസ്ഫിയറിലുള്ള ലാവ അല്ലേ? അസ്തനോസ്ഫിയറിലുള്ള ലാവ, ആ ലാവ ഭൂമിയിൽ വരുന്നു? വിള്ളലുകൾ വരുന്നതിനനുസരിച്ച് ഭൂമിയിലെ ക്രസ്റ്റിന് വിള്ളലുകൾ വന്നാൽ ആ ലാവ ചെയ്യും? പുറത്തോട്ട് വരും. ആ ലാവ നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷനിലൂടെയൊക്കെ ചെയ്യും? അത് മുകളിലോട്ട് വരും. ക്രസ്റ്റിലുള്ള ചെറിയ വിടവുകളിലൂടെ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ, അതായത് ലാവ ചെയ്യും? മുകളിലോട്ട് വരും. അങ്ങനെ മുകളിലോട്ട് വന്നാൽ അതെന്താവും? അത് സോളിഡിഫൈ ആവും. സോളിഡിഫൈയിങ് എന്ന് പറഞ്ഞാൽ അത് തണുത്ത് മുകളിലെത്തിയാൽ അത് തണുത്തു ഉറയും. അങ്ങനെ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന വലിയ ശിലകളാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ. igneous rocks are formed by the molten rock materials rising through the fissures in the crust. ക്രസ്റ്റിലെ ചെറിയ വിള്ളലുകളിലൂടെ പുറത്തോട്ട് വരുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ചെയ്യും? സോളിഡ് ആവും. അത് സോളിഡ് ആവുക എന്ന് പറഞ്ഞാൽ സോളിഡിഫൈയിങ് എന്ന് പറഞ്ഞാൽ അത് തണുത്ത് ഉറയും. എയ്തർ ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത്, ഒന്നെങ്കിൽ ഭൂമിയുടെ പുറംഭാഗത്ത് അത് സർഫേസിൽ ഭൂവൽക്കത്തിൽ ചെയ്യും? അത് തണുത്തുറയും. അല്ലെങ്കിൽ ചെയ്യും? ക്രസ്റ്റിനുള്ളിൽ തന്നെ, ഇൻസൈഡ് ദ ക്രസ്റ്റ്, ഈ ക്രസ്റ്റിനുള്ളിൽ തന്നെ അത് അടിഞ്ഞ് തണുത്തുറഞ്ഞ് വലിയ ശിലകളായിട്ട് മാറും. അതാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. അപ്പം ഇഗ്നിയസ് റോക്സ് മറന്നു പോയത് എന്താണ്? നമ്മുടെ ലാവ, അസ്തനോസ്ഫിയറിലുള്ള ലാവ അത് ഭൂവൽക്കത്തിലെ ക്രസ്റ്റിലുള്ള ചെറിയ ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ വിള്ളലുകളിലൂടെ മുകളിലോട്ട് വന്ന് അത് എന്ത് ചെയ്യുന്നു? സോളിഡ് ആകുന്നു. അത് തണുക്കുന്നു.
എവിടെ? സർഫേസ് ഓഫ് ദി എർത്തിൻ്റെ പുറം ഭാഗത്ത് അത് തണുത്തുറയുകയോ അല്ലെങ്കിൽ വിത്തിൻ ദി ക്രസ്റ്റിൽ തന്നെ തണുത്തുറയുകയോ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാനൈറ്റും. ഈ കല്ലുകൾക്ക് എക്സാമ്പിളാണ്, ഈ ശിലകൾക്ക് എക്സാമ്പിളാണ് ഏത്? ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇനി നോക്കുക, ഒരു പോയിന്റ് കൂടി ഉണ്ട്. ആസ് ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദ ഇഗ്നിയസ് റോക്സ് ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. ഈ ഇഗ്നിയസ് റോക്സിനെ, ആഗ്നേയശിലകളെ ഈ ആഗ്നേയശിലകൾ രൂപം മാറ്റി മറ്റുള്ള പല റോക്കുകളായിട്ടും മാറ്റാം. അപ്പോൾ സെഡിമെൻ്ററി റോക്സ് ആക്കാം, മെറ്റമോർഫിക് റോക്സ് ഒക്കെ ഇതിനെ മാറ്റാൻ സാധിക്കും. ആഗ്നേയ ശിലകളെ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സിനെ മറ്റു ഉള്ള ശിലകളൊക്കെ ആക്കി രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും? സോ ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കും. അപ്പോൾ പ്രൈമറി റോക്സ് വിളിക്കുന്നത് ഏത് ശിലയാണ്? ഇഗ്നിയസ് റോക്സിനെയാണ്. പ്രൈമറി ശിലകൾ എന്ന് വിളിക്കുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. ഗ്രാനൈറ്റും ബസാൾട്ടും എക്സാമ്പിളായിട്ട് വരുന്ന റോക്സ് ആണ് ഏത്? ഇഗ്നിയസ് റോക്സ്. എന്താണ് ഇഗ്നിയസ് റോക്സ്? ലാവ, അസ്തനോസ്ഫിയറിലുള്ള ലാവ അത് ഫിഷേഴ്സിലൂടെ, ക്രസ്റ്റിലുള്ള ചെറിയ ഫിഷേഴ്സിലൂടെ, അതായത് ചെറിയ വിള്ളലുകളിലൂടെ പുറത്തോട്ട് വന്ന് തണുത്തുറഞ്ഞ് സോളിഡ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു? അവിടെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളാണ്, അങ്ങനെ ഉണ്ടാകുന്ന റോക്സ് ആണ് ഏത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി റോക്സ്. ഇതിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രൈമറി റോക്സ് എന്ന് വിളിക്കാൻ കാരണം? ഈ ഇഗ്നിയസ് റോക്സിനെ മറ്റെല്ലാ റോക്സുകൾ ആയിട്ട് ഫോം ആകും. അതായത് ഈ ഇഗ്നിയസ് റോക്സ് ആണ് മറ്റെല്ലാ ശിലകളായിട്ട് മാറുന്നത്. ആദ്യം ഇങ്ങനെയാണ് വരുന്നത്, പിന്നെ കാലങ്ങൾ, ഒരുപാട് കൊല്ലങ്ങൾ എടുത്താണ് മറ്റുള്ള റോക്കുകളൊക്കെ ആവുന്നത്. ഓക്കെ, ഇനി എന്താണ് സെഡിമെൻ്ററി റോക്സ്? അവസാദ ശിലകൾ. സെഡിമെൻ്ററി റോക്സ്. ദ റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ഇഗ്നിയസ് റോക്സ് പുറത്തോട്ട് വന്നു, അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ റോക്സ് എന്ത് ചെയ്യുന്നു? വെതറിങ് സംഭവിക്കുന്നു. വെതറിങ് സംഭവിക്കുക പറഞ്ഞാൽ ക്ഷയിച്ച് കാണ്ട് പൊടിയുക. അതാണ് വെതറിങ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. അപക്ഷയം എന്നൊക്കെ പറയും വെതറിങ്. The rocks undergo weathering in course of time. The debris so formed will be deposited in the lower regions as layers. അതായത് ഇങ്ങനെ കാലാന്തരങ്ങളായിട്ട് ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞ് അത് താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് ഇങ്ങനെ വീണ് ചെറിയ ചെറിയ പാളികളായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഡീബ്രിസ് ചെയ്യുന്നു. ഡീബ്രിസ് എന്ന് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നിക്ഷേപിക്കുന്നു, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതങ്ങനെ നിക്ഷേപിച്ച് ഡിബ്രീസ് എന്ന് പറഞ്ഞാൽ അത് പൊടിഞ്ഞ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എവിടെ? താഴ്ന്ന ലോവർ റീജിയൻസിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ പാളികളായിട്ട് കാണുന്ന ഒന്നാണ് ഇത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ദസ് മെറ്റീരിയൽസ് ഗ്രാജുവലി ഗെറ്റ് ലിത്തിഫൈഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെഡിമെൻ്ററി റോക്സ്. പിന്നീട് ഇവ ഉറച്ച് വിവിധ തരം ശിലകളായിട്ട്, അവസാദ ശിലകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ കാലങ്ങളെടുത്ത് എന്ത് ചെയ്യുന്നു? ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞ് ഈ ശിലകൾ താഴ്ന്ന പ്രദേശങ്ങളിലോട്ട് വീണ് അത് അവിടെ അവിടെ വീണ് കിടന്ന് അവിടെ ഇങ്ങനെ നിക്ഷേപിച്ച് ചെറിയ ചെറിയ പാളികളായിട്ട് കാണുന്ന ഒരു ശിലകളാണ് ഏത്? സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. അതായത് റോക്സിന്, ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? ക്ഷയിച്ചു പൊടിഞ്ഞു, വെതറിങ് സംഭവിക്കുന്നു. The debris so formed will be deposited in the lower regions as layers. ഇങ്ങനെ പൊടിഞ്ഞ സാധനങ്ങൾ, പൊടികൾ, കല്ലുപൊടികൾ, ഡിബ്രിസ് എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ ഈ കൽപ്പൊടികൾ സോ ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക. ഇൻ ദി ലോവർ റീജിയൻസ് ആസ് ലെയേഴ്സ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ലെയറുകളായിട്ട്, പാളികളായിട്ട് നിക്ഷേപിച്ചു വെക്കുന്നു. ദിസ് മെറ്റീരിയൽ ഗ്രാജുവലി ഗെറ്റ് ലെറ്റിഫൈഡ്. പിന്നീട് അവ ഉറച്ച് വിവിധ തരം എന്താകുന്നു? സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഏത്? സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും ഒക്കെ. സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? മണൽക്കല്ല്, നമ്മുടെ
കല്ലുകൾ, സാധാരണ നമ്മൾ കാണുന്ന കല്ലുകളും അതുപോലെ ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ലുകളുമൊക്കെ എന്താണ് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ആസ് ദി സെഡിമെൻ്ററി റോക്സ് ആർ ഫോംഡ് ഇൻ ലെയേഴ്സ്, ലെയേഴ്സുകളായിട്ട് പാളികളായിട്ട് രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ സെഡിമെൻ്ററി റോക്സിനെ വേറൊരു പേരും വിളിക്കും. എന്താണ്? സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും വിളിക്കും. എന്താണ്? സ്ട്രാറ്റിഫൈഡ് റോക്സ്, അതായത് അടുക്ക് ശിലകൾ എന്ന് വിളിക്കും. അടുക്കടുക്കായിട്ട് വെക്കുക, അതായത് പാളികളായിട്ട് വെക്കുക, അതാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും ഇതിനെ വിളിക്കും, സെഡിമെൻ്ററി റോക്സിനെ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാൻ പോവുകയാണ് മെറ്റാമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. എന്താണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ? വെൻ റോക്സ് undergo physical and chemical changes due to high temperature and pressure, മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. ഈ മെറ്റാമോർഫിക് റോക്സ് രൂപപ്പെടുന്നത് ഉയർന്ന രീതിയിലുള്ള വലിയ ടെമ്പറേച്ചർ നൽകുകയോ അല്ലെങ്കിൽ വലിയ പ്രഷർ നൽകുകയോ ചെയ്യുന്നതിലൂടെയാണ് ചെയ്യുന്നതിലൂടെ അതിന് കെമിക്കൽ ചേഞ്ചസ് വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റോക്കുകളാണ് ഇത് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, വലിയ മർദ്ദം മൂലമോ അല്ലെങ്കിൽ താപം മൂലമോ ഒക്കെ എന്ത് ചെയ്യുന്നു? ഫിസിക്കലോ അല്ലെങ്കിൽ കെമിക്കലോ ചേഞ്ചസ് കല്ലുകൾക്ക് വരുന്നു, ശിലകൾക്ക് വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന റോക്കുകളാണ് ഇത് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് ഏത്? മാർബിളും സ്ലൈറ്റുമാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. മെറ്റാമോർഫിക് റോക്സ് ആർ പ്രൊമിനൻറ്റ് ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇതാണ്? മെറ്റാമോർഫിക് റോക്സുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസ്ഡ് ഓൺ ദ ഫോർമേഷൻ ദ റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. അതിൻ്റെ കല്ലുകൾ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശിലകൾ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോക്സിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ വിടവുകളിലൂടെ അതിന് താഴെയുള്ള അസ്തനോസ്ഫിയറിലുള്ള ശിലാദ്രവമായിട്ടുള്ള മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലാവ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വരുന്നു. അത് സോളിഡ് ആകുന്നു. സോളിഡിഫൈയിങ് എന്ന് പറഞ്ഞാൽ അത് തണുത്തു ഉറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് അങ്ങനെ രൂപം കൊള്ളുന്ന ഒന്നാണ് എന്ത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ട്. ഇതിനെ ഈ ഇഗ്നിയസ് റോക്സിനെ ഒന്നും കൂടി വിളിക്കും പ്രൈമറി റോക്സ് എന്ന് പറഞ്ഞ് വിളിക്കും. എന്തുകൊണ്ടാണ് പ്രൈമറി റോക്സ് എന്ന് വിളിക്കാൻ കാരണം? ഓൾ other rock types are formed from the igneous rocks. മറ്റെല്ലാ നമ്മൾ പറഞ്ഞ 2 സെഡിമെൻ്ററി റോക്സും മെറ്റാമോർഫിക് റോക്സും എല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കും. മദർ റോക്സ് എന്ന് വിളിക്കും. അതായത് മാതൃശില എന്ന് പറഞ്ഞാൽ അമ്മ അല്ലേ, മദർ റോക്സ് എന്നും എന്തിനെ വിളിക്കും? ഇഗ്നിയസ് റോക്സിനെ വിളിക്കും. കാരണം ഇതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ റോക്കുകളും ഉണ്ടാകുന്നത്. ഈ ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞാണ് ഡീബ്രിസ് ആയിട്ടാണ്, വെതറിങ് സംഭവിച്ച ഡീബ്രിസ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്? സെഡിമെൻ്ററി റോക്സ് ഉണ്ടാകുന്നത്. ഇഗ്നിയസ് റോക്സിന് കെമിക്കൽ ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പ്രഷറിനോ മൂലോ കെമിക്കൽ ചേഞ്ച് വന്നിട്ടാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് വന്നിട്ടാണ് മെറ്റാമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് റോക്സിന് എന്ത് വിളിക്കും? മദർ റോക്സ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്നൊക്കെ വിളിക്കും. ഇനി മറക്കുവോ? ഇല്ല. എന്താണ് സെഡിമെൻ്ററി റോക്സ്? ഇപ്പോൾ ഇഗ്നിയസ് റോക്സ് എന്ത് ചെയ്യാണ്? കുറേ കാലങ്ങൾക്ക് ശേഷം വെതറിങ് സംഭവിക്കുകയാണ്, ക്ഷയിച്ച് പൊടിയാണ്. ഈ പൊടിഞ്ഞ കല്ലുകൾ ഉണ്ടാവില്ല, ചെറിയ പൊടികളായിട്ടുള്ള കല്ലുകൾ ലോ റീജിയനിൽ വന്ന് വീണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നു, അവിടെ നിക്ഷേപിച്ച് കിടക്കുന്നു. അങ്ങനെ പാളികളായിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി അതിൻ്റെ മുകളിലോട്ട് വീണ് അങ്ങനെ പാളികളായിട്ട് വരുന്ന ഒരു റോക്സാണ്, ശിലകളാണ് ഏത്? സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. എന്താണ് എക്സാമ്പിൾ? സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. ഈ സെഡിമെൻ്ററി റോക്സിന് മറ്റൊരു പേരും വിളിക്കും, സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും വിളിക്കും. സെഡിമെൻ്ററി റോക്സിനെ മറ്റൊരു പേര് വിളിക്കും, എന്താണ്? സ്ട്രാറ്റിഫൈഡ് റോക്സും എന്ന് വിളിക്കും.
എന്തുകൊണ്ടാണ് ഇതിനെ സെഡിമെൻ്ററി റോക്സിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വിളിക്കാൻ കാരണം? ആസ് ദ സെഡിമെൻ്ററി റോക്സ് ആർ ഫോംഡ് ഇൻ ലെയേഴ്സ്, അതിങ്ങനെ ലെയേഴ്സ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്, ചെറിയ ചെറിയ പാളികളായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് സെഡിമെൻ്ററി റോക്സിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വിളിക്കാൻ കാരണം. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് മെറ്റാമോർഫിക് റോക്സ്. എന്താണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു റോക്ക് ശിലയെ എടുത്ത് വളരെയധികം ടെമ്പറേച്ചർ നൽകി അതിന് പ്രഷറൊക്കെ നൽകി അതിന് ചേഞ്ച് വരുത്തുന്നതാണ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ഇത് നാച്ചുറലായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറിലൂടെയൊക്കെ കടന്ന് നാച്ചുറലായിട്ട് ഒരുപാട് കാലങ്ങളെടുത്ത് മെറ്റാമോർഫിക് റോക്സ് അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇഗ്നിയസ് റോക്സിൻ്റെ പുറത്തോട്ട് വന്നു, അത് തണുത്തുറഞ്ഞ് ഇഗ്നിയസ് റോക്സ് ആയി. ലാവ പുറത്തോട്ട് വന്ന് ഇഗ്നിയസ് റോക്സ് ആയി. ആ ഇഗ്നിയസ് റോക്സിന് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ടും പ്രഷറിൻ്റെ ഒക്കെ ഫലമായിട്ട് കെമിക്കൽ ചേഞ്ചോ ഫിസിക്കൽ ചേഞ്ചോ വരുന്നു. ഈ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു റോക്സാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് മാർബിളും സ്ലേറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ എഴുതേണ്ടത്? മെറ്റാമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 3 പഠിച്ചു: ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇനി ഇവിടെ ഒരു റോക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ റോക്ക് സൈക്കിൾ. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ കാര്യങ്ങളുള്ളതാണ്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രം, മാതൃക കാണിച്ചതാണ്, ഭൂമിയുടെ ഉള്ളറകളെ കാണിച്ചതാണ്. നമുക്കറിയാം അസ്തനോസ്ഫിയറിലുള്ള ലാവയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് എന്തുള്ളത്? ക്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ലാവ ഈ വിള്ളലുകളിലൂടെ പുറത്തോട്ട് വന്ന് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വരുന്നു. ലാവ പുറത്തോട്ട് വരുന്നു. ലാവ എന്ന് പറഞ്ഞാൽ എന്താ? മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? ആ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ പുറത്തോട്ട് വന്ന് ഇവിടെ സോളിഡിഫൈ ആവുന്നു. സോളിഡിഫൈ എന്ന് പറഞ്ഞാൽ തണുത്ത് ഉറയുന്നു. ഇങ്ങനെ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളാണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഇഗ്നിയസ് റോക്സ്. ആ ഇഗ്നിയസ് റോക്സ് എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റഗ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പൊടിയ. ഈ ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞ് എന്ത് ചെയ്യുന്നു? ലിത്തിഫൈ ഇൻ ലെയേഴ്സ്. അത് ലിത്തിഫൈ ഇൻ ലെയേഴ്സ് പറഞ്ഞാൽ അടുക്കുകളായി, ലെയറുകളായിട്ട്, ചെറിയ ചെറിയ പാളികളായിട്ട് എന്ത് ചെയ്യുന്നു? അത് രൂപം കൊള്ളുന്നു. അതിന് പഠിക്കുന്ന പേരാണെന്ത്? സെഡിമെൻ്ററി റോക്സ്. ഈ സെഡിമെൻ്ററി റോക്സ് ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രഷറും ഒക്കെ മൂലം എന്തുണ്ടാകുന്നു? മെറ്റാമോർഫിക് റോക്കുകളായിട്ട് മാറുന്നു. ഇപ്പോൾ ഒരു സൈക്കിൾ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നമ്മൾ വീണ്ടും നോക്കാൻ പോവുകയാണ്. ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ലാവ സോളിഡിഫൈ ചെയ്യുന്നു. ക്രസ്റ്റിൻ്റെ പുറത്തോട്ട് വരുന്ന മോൾട്ടൺ സ്റ്റേറ്റ് റോക്ക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? സോളിഡായിട്ട് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നു. ആ ഇഗ്നിയസ് റോക്സ് മെൽറ്റ് ആയാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഉരുകിയാൽ എന്ത് സംഭവിക്കും? വീണ്ടും ലാവയാകും. അത് വീണ്ടും മെൽറ്റ് ആകുകയാണ്. ഈ ഇഗ്നിയസ് റോക്സിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്താകും? മെറ്റാമോർഫിക് റോക്സ് ആകും. ഇനി ഇഗ്നിയസ് റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താകും? സെഡിമെൻ്ററി റോക്സ് ആകും. ഇനി സെഡിമെൻ്ററി റോക്സിൻ്റെ കേസ് എടുക്കുക. സെഡിമെൻ്ററി റോക്സ് അവസാന ശിലകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പൊടിഞ്ഞാൽ എന്താകും? ഇങ്ങനെ പൊടിഞ്ഞ് ചെറിയ ഇതാകും. അത് പിന്നെ ലിത്തിഫൈ ആയി പിന്നെയും സെഡിമെൻ്ററി റോക്സ് തന്നെ ആകും. അതിന് മെൽറ്റായാൽ, സെഡിമെൻ്ററി റോക്സ് മെൽറ്റായാൽ എന്ത് സംഭവിക്കുന്നു? അത് വീണ്ടും ലാവയായിട്ട് മാറും. ആ ലാവ വീണ്ടും വിള്ളിലൂടെ സോളിഡിഫൈ ചെയ്ത് പിന്നും ഇഗ്നിയസ് റോക്സ് ആകും. ഇനി സെഡിമെൻ്ററി റോക്സിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും നൽകിയാൽ എന്താകും? മെറ്റാമോർഫിക് റോക്ക് ആകും. ഈ മെറ്റാമോർഫിക് റോക്സ് മെൽറ്റ് ചെയ്താൽ, അത് ഉരുകിയാൽ എന്ത് അവസ്ഥയിലോട്ട് മാറും? മാഗ്മയിലാവും, അല്ലെങ്കിൽ ലാവയായിട്ട് മാറും. ഇനി ഈ മെറ്റാമോർഫിക് റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താലോ അതെന്തായിട്ട് മാറും? അത് പൊടിയും അല്ലേ? ഡിസിൻറ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് പൊടിയാ.
അങ്ങനെ ചെറിയ പീസുകളാകും. ആ ചെറിയ പീസുകൾ പിന്നെ ലിത്തിഫൈ ഇൻ ലെയറുകളായിട്ട് മാറും. ചെറിയ അടുക്കുകളായിട്ട് താഴെ ലോ റീജിയനിൽ വന്ന് വീണ് പിന്നെയും സെഡിമെൻ്ററി റോക്സ് ആകും. ആ സെഡിമെൻ്ററി റോക്സ് പിന്നെയും ഇങ്ങനെ. ഇതാണ് എന്ത് പറയുന്നത്, ഒരു റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. റോക്ക് സൈക്കിൾ, ഇതാണ് റോക്ക് ഫ്രം വൺ ഫോം ടു അതർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന് പറയുന്ന ഒരു റോക്ക് സൈക്കിളാണ്, ശിലാചക്രമാണ് ഇത്. ഇതിങ്ങനെ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇഗ്നിയസ് റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സെഡിമെൻ്ററി റോക്സ് ആകുന്നു. ഇഗ്നിയസ് റോക്സ് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും നൽകി മെറ്റാമോർഫിക് റോക്സ് ആകുന്നു. സെഡിമെൻ്ററി റോക്സ് വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വീണ്ടും പൊടിയുക, വീണ്ടും പൊടിഞ്ഞ് എന്ത് ചെയ്യുന്നു, അത് ലിത്തിഫൈ ചെയ്ത് വീണ്ടും സെഡിമെൻ്ററി റോക്സ് ആകുന്നു. ഈ സെഡിമെൻ്ററി റോക്സിന് ഹൈ പ്രഷറും ടെമ്പറേച്ചറും നൽകിയാൽ വീണ്ടും എന്താകുന്നു, മെറ്റാമോർഫിക് റോക്സ് ആകുന്നു. ഇങ്ങനെയുള്ള ഒരു സൈക്കിളാണ് എന്ത്, നമ്മുടെ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നോക്കുക എന്താണ് ഇതിൽ നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്. നോക്കുക, സെഡിമെൻ്ററി റോക്സ് ആദ്യം കൊടുത്ത സെഡിമെൻ്ററി റോക്സ് എന്ത് ആകുന്നു, മെൽറ്റ് ആകുന്നു. മെൽറ്റ് ആയാൽ എന്താകും, സെഡിമെൻ്ററി റോക്സ് നോക്കുക, സെഡിമെൻ്ററി റോക്സ് അത് മെൽറ്റായാൽ വീണ്ടും ഇവിടെ ലാവയായിട്ട് മാറും, അല്ലെങ്കിൽ മാഗ്മയായിട്ട് മാറും. അത് സോളിഡിഫൈ ചെയ്ത് ഇഗ്നിയസ് റോക്സ് ആകും. അതെന്നാണ് ഇവിടെ പറയുന്നത്. സെഡിമെൻ്ററി റോക്സ് മെൽറ്റായാൽ എന്താകും, ഇഗ്നിയസ് റോക്സ് ആകും. ഇനി ഇഗ്നിയസ് റോക്സ് എന്തായാലാണ് സെഡിമെൻ്ററി റോക്സ് ആവുക നോക്കുക. ഇഗ്നിയസ് റോക്സ് കണ്ടോ, ഇതെന്തായാലാണ് സെഡിമെൻ്ററി റോക്സ് ആവുക, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താലാണ്. ഡിസിൻറ്റഗ്രേറ്റ് എന്നിവിടെ എഴുതാം. ഓക്കെ, ഇനി നോക്കുക, ഇഗ്നിയസ് റോക്സ് എന്ത് ചെയ്താലാണ് മെറ്റാമോർഫിക് റോക്ക് ആവുക. ഇഗ്നിയസ് റോക്സ് എന്ത് ചെയ്താലാണ്, ഇഗ്നിയസ് റോക്സ് ഇതൊക്കെ ഇത് എന്ത് ചെയ്താലാണ് മെറ്റാമോർഫിക് റോക്ക് ആവുക നോക്കുക. ഹൈ പ്രഷറും ടെമ്പറേച്ചറും നൽകിയാൽ മെറ്റാമോർഫിക് റോക്ക് ആവും. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ഫസ്റ്റിൽ എന്ത് എഴുതാം, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ നൽകിയാൽ മെറ്റാമോർഫിക് റോക്ക് ആവും. ഇനി മെറ്റാമോർഫിക് റോക്ക് ഇഗ്നിയസ് റോക്ക് എങ്ങനെയാവുക നോക്കുക. മെറ്റാമോർഫിക് റോക്ക് എങ്ങനെ ഇഗ്നിയസ് ആവുക, മെൽറ്റ് ചെയ്യാം അല്ലേ, അത് മെൽറ്റ് ചെയ്താൽ മതി. മെൽറ്റ് ചെയ്താൽ ഇഗ്നിയസ് റോക്സ് ആകും. അപ്പോൾ ഇവിടെ നമുക്ക് മെൽറ്റ് എന്ന് എഴുതാം. ഇനി നോക്കുക എങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്സ് സെഡിമെൻ്ററി റോക്ക് ആവുക. മെറ്റാമോർഫിക് റോക്ക് എങ്ങനെയാണ് ഇതാവുക, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക. ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്താൽ വീണ്ടും സെഡിമെൻ്ററി റോക്സ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം, മെറ്റാമോർഫിക് റോക്ക് എങ്ങനെ സെഡിമെൻ്ററി ആവുക, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ സെഡിമെൻ്ററി റോക്ക് എങ്ങനെ മെറ്റാമോർഫിക് ആവുക, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും നൽകിയാൽ എന്താകും, സെഡിമെൻ്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറും. ഇതാണ് നടക്കുന്ന പ്രോസസ്സുകളാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക.